ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതാ കണ്ണൊക്കെ തിരുമ്പി മടിച്ചിട്ടാട്ടോ എണീച്ച് വന്നേക്കണത്. ഞാൻ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് സോഫയിലിരിക്കും, എന്നിട്ടും ഭയങ്കര മടി. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഞാൻ പൊതുവേ സ്ലോ ആക്കി ദിവസം എടുക്കണം വിചാരിച്ച ഒരാളാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു മെല്ലെ എണീറ്റ് മെല്ലെ ഇരുന്ന് കുറച്ച് ടാബിൽ ഇന്നത്തെ അപ്ഡേറ്റ്സൊക്കെ നോക്കി മെല്ലെ കാര്യങ്ങളൊക്കെ കിടക്കാമെന്ന് കേട്ടോ. കാരണം ഇന്നലെ ഭയങ്കര സ്ട്രെസ്സുള്ളൊരു ദിവസമായിരുന്നു. ഇന്നലെ എന്താ 3 കോഴ്സ് ഫുഡ് ഉണ്ടാക്കൽ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഐബു ഇന്നലെ ഫുഡ് തീരെ കഴിച്ചിരുന്നില്ല. അവനെ ഭയങ്കര തുപ്പലും മടിയായിട്ട്. ഇപ്പം നമുക്ക് കുട്ടികൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ എനിക്ക് മെയിനായിട്ട് അവൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഉറങ്ങിയില്ലെങ്കിലും ഇതിൻ്റെ മൂഡ് മൊത്തത്തിൽ അങ്ങോട്ട് ആകെ തലമാലാവും. ശ്യാമയൊക്കെ പറയും അവൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഉറങ്ങിയില്ലെങ്കിലും എനിക്ക് മൂടാകും. അപ്പോൾ വെച്ചാൽ കുട്ടിക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തീരെ ഒന്നും കഴിക്കില്ല, നമ്മൾ പിന്നാലെ നടന്ന് കൊടുക്കണം. ഇന്നലെ ഈ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അവനിക്ക് ഭക്ഷണം കൊടുക്കാൻ ഈ ടൈം കണ്ടെത്തി കൊടുക്കുമ്പോൾ അവൻ കഴിക്കാണ്ടിരിക്കുമ്പോൾ ഭയങ്കര പ്രാന്തായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ഇന്നലത്തെ ദിവസം എനിക്ക് പൊട്ട ദിവസമായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ വിചാരിച്ചിട്ട് ഇന്നലെ പൊട്ട ദിവസമായതുകൊണ്ട് ഇന്ന് ഞാനൊന്ന് അതിനുള്ളതൊക്കെ കോപ്പപ്പ് ചെയ്ത് ഒന്ന് സ്ട്രെസ് ബസ്സൊക്കെ കളഞ്ഞൊന്ന് ഫ്രീ ആയിട്ട് ഇന്ന് മൈൻഡ് സെറ്റ് ചെയ്തത് എടുക്കുള്ളൂ. പിന്നെ പൊതുവേ നമുക്ക് ഒരു ദിവസം ഇന്നലെ ഞാൻ ഫുഡ് ഉച്ചയ്ക്ക് ഞാൻ ഇപ്പോൾ ഉപ്പേരി കറി ഇതൊക്കെ ഉണ്ടാക്കണോണ്ട് എങ്ങനെ പോയാലും അത് ഇന്നൊക്കെ ബാക്കി ഉണ്ടാവും. കാരണം ഞങ്ങൾ 2 ആളല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഒരു ദിവസം എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ ഉച്ചയ്ക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കിട്ടോ. അപ്പം ചെയ്ത് നോക്കാറുണ്ടോ? അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ലൊരു ഏർപ്പാടാണത്. പിറ്റേ ദിവസം നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ ഞാൻ അതാണ് മയത്തിലിരിക്കില്ല. ഇല്ലെങ്കിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കിടന്നിട്ട് ഫുള്ളുണ്ടെങ്കിൽ ഓടില്ല. കാരണം നമുക്ക് കുട്ടിയുടെ കാര്യങ്ങളുള്ളതുകൊണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഞാനിതാ രാവിലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ എടുത്ത് തിന്നിട്ടൊന്ന് ഹെൽത്തി ആവട്ടെ വിചാരിച്ച് 2-3 അണ്ടിപ്പരിപ്പൊക്കെ ഇരുന്ന് എന്നിട്ട് അപ്ഡേറ്റ്സൊക്കെ നോക്കുക കേട്ടോ, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ. കാരണം എൻ്റെ ഇൻസ്റ്റാഗ്രാം ടാബിലുണ്ട്. ഇപ്പോൾ സാധാരണയൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് തിന്നാൻ അങ്ങനെ തോന്നാറില്ല. അപ്പോൾ ക്ഷാമയൊക്കെ ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇന്നെന്താണ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അങ്ങനെ പോതി, നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പോതി. അപ്പോൾ ഒരിക്കൽ ഞാൻ അവിടെ വന്നിട്ട് മുട്ട റോസ്റ്റ് നീർദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കോമ്പിനേഷൻ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ നൈറ്റ് ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ആ നീർദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നാട്ടിൽ നീർദോശ ഞാൻ തിന്നത് ഭയങ്കര കട്ടിയിലേക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ നല്ലപോലെ നൈസായിട്ടാണ് ഉണ്ടാക്കണേ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇങ്ങനെ കഴിക്കാൻ തോന്നിയപ്പോൾ നമ്മൾ ആലോചിച്ചിരിക്കുന്നത് വേഗം പോയി കഴിച്ചുണ്ടാക്കി എൻ്റെ പോലെ കേട്ടോ. കാരണം ഞാനിപ്പോൾ ആഴ്ചയിൽ 2-3 വട്ടം വേണമെങ്കിൽ പ്രോപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തിന്നുള്ളൂ. ഒന്ന് രാത്രി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ബാക്കി രാവിലെ കഴിക്കുക. ഇല്ലെങ്കിൽ പിന്നെ സാറ്റർഡേസ് ക്ഷാമയൊക്കെ ഒഴിവായതുകൊണ്ട് അന്നാണ് എഫേർട്ട് ഇട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പം ഇന്നെന്താണാവോ ഒരു പൂതി, അപ്പോൾ ഇവന് ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ അങ്ങനെ നീർദോശ ഉണ്ടാക്കാൻ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണല്ലോ. ഇവിടെ വന്ന ശേഷം എനിക്ക് ഇപ്രാവശ്യം ഇഷ്ടമായൊരു കോമ്പിനേഷനായിട്ട് ഇത്. ചില സമയത്ത് നമുക്ക് ഇഷ്ടമായ ചില കോമ്പിനേഷൻസ് ഉണ്ടാവുമല്ലോ. നല്ലൊരു സാറ്റിസ്ഫൈങ് സൗണ്ടാണ് അല്ലേ ആ ഒരു ഇങ്ങനെ ഒഴിക്കുമ്പോഴൊരു സൗണ്ട്. ഞാൻ റീലിലൊക്കെ കണ്ടിരുന്നിട്ട് മലപ്പുറം ഭാഗത്ത് മിക്ക ദിവസം രാവിലെ ഈ സൗണ്ട് ആകുമ്പോട്ട് ഈ ദോശ ഉണ്ടാക്കും. പക്ഷെ നമ്മളെ പോലത്തെ ഈ ചട്ടിയിലൊന്നുമില്ല കേട്ടോ, അവർക്ക് പ്രത്യേകം അങ്ങനത്തെ ചട്ടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നല്ല തിന്നായിട്ട് ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ, നല്ല തിന്നായിട്ട്. അതുപോലെ തന്നെ ഇതാ ഇന്നലത്തെ കുറച്ച് മുട്ട റോസ്റ്റ് ഉണ്ട് എന്നുള്ളൂ, അത് വെച്ചിട്ട് ഞാൻ എനിക്ക് തോന്നിയപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അങ്ങനെ ഞാൻ മുട്ട റോസ്റ്റും ഇതൊക്കെ ആയിട്ട് ഞാൻ TV കാണാതിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോഴത്തെ
എല്ലാവർക്കും അറിയാമല്ലോ ബിഗ് ബോസ് ആരൊക്കെ കാണാറുണ്ടെന്ന് കമൻറ്റ് ചെയ്തിട്ട്. ഞാൻ ഇപ്രാവശ്യം വന്നിട്ട് ഫസ്റ്റത്തെ 1 വീക്കോളം ബിഗ് ബോസ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ വന്ന സമയത്ത് ബിഗ് ബോസ് തുടങ്ങിയിരുന്നത്. അപ്പോൾ എനിക്കിവിടെ വന്നിട്ട് എല്ലാം കൂടി സെറ്റപ്പ് ആക്കലും നേരം നേരം കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഇരുന്നിട്ട് ഫസ്റ്റത്തെ എപ്പിസോഡ് സെക്കൻഡ് എപ്പിസോഡ് അങ്ങനെ റീടെലികാസ്റ്റിങ്ങും പോലെ ഇരുന്ന് കാണുകയും ചെയ്തിരുന്നിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഫുഡുള്ളതുകൊണ്ട് കുറേ നേരം നമുക്ക് ഐബി എണിക്കണം വരെ ഇരുന്നിട്ട് സുഖമായിട്ട് TV കണ്ടിട്ട് ഇരുന്നിട്ട് ചായ കുടിക്കുക. ഞാൻ മിക്ക ദിവസങ്ങളിലും മിസ്സാവണൊരു കേസായിട്ടത്. കാരണം എന്താ വെച്ചാൽ ഞാൻ രാവിലെ പണിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഫുഡ് കഴിക്കുന്ന ടൈമിൽ മാത്രം, അതായത് ഒരു 10 മിനിറ്റ് ആണെങ്കിൽ വേഗം ഫുഡ് കഴിച്ചിട്ട് TV ഓഫാക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ TV കാണായിരുന്നു അങ്ങനെ കുറേ നേരം ഇരിക്കും. ഭയങ്കര TV അഡിക്റ്റ് ആണല്ലോ ഞാൻ. അപ്പോൾ രാവിലെയൊക്കെ അങ്ങനെ ഇരുന്ന് എൻ്റെ പണികളൊന്നും നടക്കില്ല. കാരണം ഒന്നാമത് ഐബു വന്നു കഴിഞ്ഞാൽ ഐബുവിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു കുറേ നേരം പോകും. പിന്നെ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനും പോകും. അപ്പോൾ നേരം ടൈം മാനേജ്മെൻറ്റ് നമുക്ക് കറക്റ്റ് ആവില്ലല്ലോ. പിന്നെ എന്തായാലും സമയമുണ്ട്, ഇന്ന് ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം സമാധാനപരമായി നല്ല ചായ, ചൂട് ചായയൊക്കെ കുടിച്ച് ഇഷ്ടമുള്ള ഫുഡൊക്കെ തിന്ന് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഞാൻ ചായ പൊതുവേ ഇതുപോലെ തന്നെ ഇങ്ങനെ കടിയുള്ള ദിവസമൊക്കെ ആയിട്ട് ഉണ്ടാക്കുള്ളൂ. കാരണം ഈ ബ്രെഡും മാഗിയൊക്കെ തിന്നണ ദിവസം ചായ കുടിക്കൊക്കെ വലിയ താല്പര്യമില്ല. അതിക്കൊന്നും ചായ വല്ല മാച്ചായിട്ട് പോകണമൊക്കെ തോന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ടിൻഡ് ജ്യൂസ് മേടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ അത് കുടിക്കുക ഞാൻ ചെയ്യാറ്. അപ്പോൾ പിന്നെ ഇന്ന് പിന്നെ ദോശ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ എന്തായാലും നല്ല ചൂടുള്ള ചായക്ക് ചായ കുടിക്കുമ്പോൾ പിന്നെ നല്ല ചൂടുള്ള ചായ വേണം കേട്ടോ. അപ്പോൾ അതാ ബിഗ് ബോസ് കണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് കമൻറ്റ് ചെയ്യട്ടെ. ബിഗ് ബോസിൽ ഞാൻ കണ്ട റൂമിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി. നിങ്ങൾക്ക് TVയുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ മനസ്സിലാവും. അടുത്ത വീഡിയോ ഞാൻ ക്ലിയർ ആയിട്ട് അതെന്താ എന്നുള്ള വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. വീഡിയോയിൽ ഞാനത് മെൻഷൻ ചെയ്യണില്ല. അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ അതിനെപ്പറ്റി റൂമിൽ മാത്രമല്ല ബാത്റൂമിൽ കുഞ്ഞു കുഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ റൂമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഐബ് എന്തായാലും ഇന്ന് കുറച്ച് ലേറ്റായിട്ട് എണീക്കുക. കാരണം ഇപ്പോൾ തൊട്ട് എന്നും ലേറ്റായിട്ട് ഉറങ്ങും. അപ്പോൾ ഞാൻ TV കണ്ടിരിക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ പോയിട്ട് ഞാൻ നല്ല കുറച്ച് ഷോപ്പിംഗ് ചെയ്തിരുന്നു. അത് കണ്ടിട്ട് വായോ കേട്ടോ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള വീഡിയോ എടുക്കാം. ഞങ്ങൾ പൊതുവേ കെൻസ് മിനി മാർട്ട് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ കട എപ്പോഴും ഷോപ്പ് ചെയ്യാൻ പോകാറ്. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് അറിയാം എവിടെയൊക്കെയാണ് എന്തൊക്കെ ഇരിക്കണത്. കുഞ്ഞ് ഷോപ്പാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മളെന്താ വെച്ചാൽ അപ്പോൾ ഇന്ന് മാത്രം നമ്മൾ സഫാരി മാളിക്ക് എന്തോ ഓഫർ കണ്ടിട്ട് പോകാം കേട്ടോ. പക്ഷേ സഫാരി മാളിൽ പോയിട്ട് നമുക്ക് എന്താകെ ഫ്രഷ് ആയിട്ട് തോന്നിയില്ല. പിന്നെ മാത്രമല്ല നമുക്കറിയാത്ത ഷോപ്പായിട്ട് കുറേ ഐബു ഓട്ടം നമ്മൾ ഓട്ടമായിട്ട് നമ്മൾ നേരെ തിരിച്ച് കെൻസ് മാർട്ടിക്ക് തന്നെ വന്നിട്ട് നമുക്ക് അവിടെ തന്നെ ശരിയാവുള്ളൂ. ഞാൻ കുത്തിക്കാൻ പോവാ പോയി. രാത്രി നേരമായിട്ട് ഉറങ്ങാല് അമ്മ ഉറക്കാൻ ശ്രമിക്കാറ്റ് എന്നിട്ട് രാത്രി ഇങ്ങനെ രാവിലെ നേരം വൈകി ഇരിക്കല്ലേ കള്ള അന്നെ ഞാനുണ്ടല്ലോ കുഞ്ഞിക്കള്ളനാണ്. കുഞ്ഞിക്കള്ളൻ നോക്കട്ടെ, കുഞ്ഞിക്കള്ളൻ്റെ മുഖം നോക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഐബൂസ് എണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. മൂപ്പരാൾ എണിച്ച് വന്നിട്ട് എന്താ ഞങ്ങൾ പറയണതെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി കുറേ ദിവസമായിട്ട് ഇപ്പോൾ 1 മണിക്കൊക്കെ ഉറക്കം. നേരം വൈകി ഉറങ്ങാൻ നേരത്തെ എണിക്കുക. ഭയങ്കര ഇതായിരിക്കണം. പക്ഷെ അമ്മയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശരിയാവില്ല, റൂട്ടീനൊന്നും സെറ്റാക്കി വരണമെന്ന്. കാരണം രാവിലത്തെ ഫുഡ് അല്ലെങ്കിലേ ഇല്ല. നേരം വഴിക്കുമ്പോൾ ഫുഡ് അല്ലെങ്കിൽ അലമ്പാവാണ്. മൊത്തത്തിലാകെ നേരം വഴുകി എണിക്കുമ്പോൾ ഉച്ചയ്ക്കും നേരം വഴുകും, രാത്രി നേരം വഴുകും. അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മൂപ്പരാളോട് ഉറങ്ങാത്തതൊക്കെ. പിന്നെ നോക്കുമ്പോൾ അവൻ്റെ തലയിൽ ഇങ്ങനെ ഇവിടെ വന്നതിന് ശേഷം
പേനിങ്ങനെ വന്നേക്കിട്ട് അവിടുന്ന് വരുന്നതല്ല സീരിങ്ങനെ പേനുണ്ടെന്നില്ല. അപ്പോൾ ആകെ ഉറങ്ങി എണീറ്റാൽ മാത്രമാണ് ആ സമയത്ത് മാത്രമാണ് ഒരു 10 മിനിറ്റത്തോളം എൻ്റെ മേത്തൊന്ന് അടങ്ങി സെറ്റായിരിക്കുക. ഇല്ലെങ്കിൽ നേരെ പൊരിച്ചിലാണല്ലോ. അപ്പോൾ ഞാൻ കിട്ടിയ ഗ്യാപ്പിലൊന്ന് അങ്ങനെ പേൻ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. നോക്കുമ്പോൾ പേൻ അങ്ങനെ 1-2 ക്ഷീണം നല്ലോണം വന്നിട്ടുണ്ട്. എന്താണെന്നല്ല അങ്ങനെ പോകാമെന്നല്ല, ഇവിടുത്തെ ക്ലൈമറ്റ് ഇതൊക്കെ ആയിട്ട് മാറി എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ മെല്ലെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കട്ടെ മൂപ്പരുകളെ തലയിരുന്നിട്ട്. പാവം അങ്ങനെ ഉറങ്ങി എണീച്ചാൽ കുറച്ച് നേരം ഇന്നെ വേണം കേട്ടോ. ഉറങ്ങി എണീറ്റ് അപ്പം വേണം മമ്മ അപ്പോൾ ആരെടുത്താലും ശരിയാവില്ല. എൻ്റെ മേത്ത് ഇങ്ങനെ ഒട്ടി ആ സമയത്ത് മാത്രമാണ് കുഞ്ഞൂസിനൊന്ന് ഒട്ടി കിട്ടുക, അല്ലെങ്കിൽ പൊരിച്ചലല്ലേ. എന്നിട്ട് ഞാൻ നിർദോഷം ഞാൻ തിന്നതിൻ്റെ പകുതി ഉണ്ടെന്നുള്ളൂ അത് കൊടുത്ത്. എന്നിട്ട് പോലും ഒരു 2 കഷ്ണം നിന്നിട്ട് ഓർമ്മ കണ്ട അത്രേ തിന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ അവനക്ക് എല്ലാ ദിവസവും ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വെച്ച് ഓരോന്നായിട്ട്. കാരണം എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ അത് കുറുക്ക് മാത്രമായിട്ട് വലുതാവല്ലേ. അപ്പം തിന്നിട്ട് ബാക്കി കുറുക്ക് കൊടുക്കുക വെച്ചെന്ന് കണ്ട. ഞാൻ തിന്നിട്ട് പകുതി കൊടുത്തിന്, അതിൻ്റെ പകുതി 2 പീസിനെ തിന്നിട്ടുള്ളൂ. എന്നിട്ട് ഓടി. വല്ലാത്തൊരു ചെക്കനെ ഭക്ഷണം കഴിക്കാൻ നല്ല ഇടങ്ങാറ് അവനെ കൊണ്ട് പറയണ്ട. ബാക്കിക്ക് അപ്പോൾ അപ്പുറത്തെ റൂമിലത്തെ കുട്ടിയായിട്ട് ഇവർ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നേക്കെ. ഇപ്പം എന്ന് ഇവനയച്ച കളി ഭയങ്കര സെറ്റായേക്കണ്. കുറച്ച് നേരമൊക്കെ നല്ല കുട്ടികളായിട്ട് ഇരുന്ന് കളിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കാണാൻ എൻ്റെ ടോയ് എന്നൊക്കെ വന്നിട്ട് കുസൃതി കളിക്കുന്നാലും കുഴപ്പമില്ല. പിന്നെ കുട്ടികളൊക്കെ അപ്പുറത്തൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണല്ലോ നമുക്ക് ഇങ്ങനെ കളിക്കാനൊക്കെ. ഇടയ്ക്ക് ഇവൻ അങ്ങോട്ട് പോകും. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ ടെൻഷൻ, കാരണം ഇവങ്ങനെ എറിയണ സ്വഭാവമായതുകൊണ്ടേ നമുക്ക് ഇവിടെ പോകുമ്പോൾ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ എന്താ കട്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ആയിട്ട് ഇരുന്ന് കളിയിലെ പരിപാടിട്ടാണ്. അപ്പോൾ ചില സമയത്ത് ഇവർ സംസാരം ഇവനക്ക് മനസ്സിലാവില്ല, ഇവൻ്റെ സംസാരം അവർക്കും മനസ്സിലാവില്ല. കാരണം കണ്ണൂർ പിന്നെ ഇവർ കൂടുതൽ ഇംഗ്ലീഷൊക്കെ വർത്താനം പറയാം. പിന്നെ അതൊക്കെ അവരവിടെ കളിക്കണ നേരം കൊണ്ട് ഞാൻ അങ്ങനെ വന്നിട്ടേ ഇന്നലെ ഞാൻ ഓയിലും വെളിച്ചെണ്ണൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 2 ഓൾഡ് ഇൻസ്പെൻസർ മേടിച്ചിട്ടുണ്ടായിരുന്നു കണ്ട. അപ്പോൾ നിങ്ങൾക്കത് ഇൻട്രൊഡ്യൂസ് കാണിച്ചു തരാം. നല്ല സാധനം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മീഡിയം സൈസ് മേടിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിൻ്റെ കുറച്ച് വലുതുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനിത് ഓയിലും മറ്റേ വെളിച്ചെണ്ണൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഇതിലുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ കുറച്ച് എസ്തെറ്റിക്കായി മറ്റേ നേരെ ഒഴിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതിൽ ഒഴിച്ച് വെച്ചിട്ട് ഇതിൽ അത്ര ഫില്ലാവില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ മീഡിയം സൈസ് അല്ലേ. അപ്പോൾ ഞാനത് എന്തായാലും വീഡിയോയിൽ കാണിക്കാൻ ചെയ്യാം, നിങ്ങൾക്കിത് കാണിക്കാൻ ചെയ്യാൻ വെച്ചിട്ട് അത്ര റേറ്റില്ല. 2നും കൂടിയിട്ട് എത്ര ഒക്കെ തോന്നുന്നു, എത്ര ഉള്ളൂ തോന്നുന്നു. 2 ഒരുമിച്ച് കിട്ടിയുള്ള പാക്കറ്റ്, അത് സെപ്പറേറ്റ് മേടിച്ചുള്ളതല്ല. മീഡിയം സൈസ് ഉണ്ട്, വലിയ സൈസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് മതി പറഞ്ഞ്. വലുത് വേണ്ട, ഇത് ഇനി നോക്കിയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ വലുത് മേടിച്ചിട്ട് വേഗം എൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് പൊട്ടിയിട്ട്. കാരണം നമ്മൾ എണ്ണ ഇങ്ങനെ പിടിക്കുമ്പോഴേ അത് നമ്മൾ നോട്ടിന്, കാരണം ചില്ലായതുകൊണ്ട് പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് സ്ലിപ്പാവും എന്നുള്ളതല്ല. അപ്പോൾ എണ്ണ എപ്പോഴും നമ്മൾ എടുക്കാൻ വെച്ചാൽ തുടച്ചിട്ടൊക്കെ വേണം എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാക്കിക്കൊണ്ടിരിക്കുക, അവരവിടെ കളിയിലാട്ടോ. കുഴപ്പമില്ല. ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ വരുമ്പോൾ കുട്ടികളൊക്കെ ഉള്ള രസം. പിന്നെ നമ്മളിപ്പോൾ തേഴ്സ്ഡേ മൺഡേ ഇങ്ങനെ ആഴ്ചയിൽ 2 ദിവസം അമ്മയുടെ അവിടെ പോകും. ഇവിടെ എൻ്റെ മൂത്താപ്പയുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോഴായാലും അവരുടെ അടുത്ത് കുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കൊക്കെ അവരുടെ അടുത്ത് പോയിട്ട് കുട്ടികൾ, ഇവിടെയും കുട്ടികളുണ്ട്, അവർക്ക് ഇങ്ങനെ നേരം പോക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ 2മ്മയും പേര് എഴുതി വെക്കട്ടെ. കാരണം എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലാവില്ല, 2ഉം ഏകദേശം കളർ ഒരേപോലെ തന്നെയല്ലോ. ഓയിലും വെളിച്ചെണ്ണ മനസ്സിലാണ്ടി വേണ്ടിയിട്ട് സ്കെച്ച് കാണാണ്ട് ഞാൻ എൻ്റെ ഐലൈനർ കൊണ്ട് തന്നെ എഴുതി വെക്കട്ടെ. അതാണ് വിറ്റ്. അപ്പോൾ എൻ്റെ ഈ കോർണർ കണ്ടേക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ റീൽസും അതുപോലെ ഷോർട്സൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ഇവിടുന്ന് ഷൂട്ട് ചെയ്യുക. ഇത് 2ഉം 3 മേടിച്ചാൽ ഷുഗർ സോൾട്ട് ടീയില്ല, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മീഷോന്ന് മേടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് എസ്തെറ്റിക്കായിട്ട് കുറേ ആൾക്കാർ വീഡിയോയിൽ കണ്ടിട്ട് അപ്പോഴേ ഷാമയൊക്കെ പറഞ്ഞ് തെമ്മൂലുണ്ട്, മീഷോയിൽ മേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ഇവിടുന്ന് മേടിച്ചു കൊടുന്ന്. പിന്നെ അതുപോലെ തന്നെ മറ്റേ കയ്യിലിട്ടേക്കുന്നു, അതൊക്കെ ഇഷ്ടം. ഈ ഒരു ഭാഗമൊക്കെ ഇഷ്ടം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പമല്ല മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ഞാൻ മല്ലിച്ചേപ്പും പുതിനയും ഇതൊക്കെ ഇങ്ങനെ ഇട്ടാൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അതായത് നമ്മളൊരു ബോക്സിൽ ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് 4-5 ദിവസം ഒരു
ഒരു 6 ദിവസമൊക്കെ വലിയ കുഴപ്പമില്ലാണ്ടിരിക്കും കേട്ടോ. മറ്റേത് നമ്മൾ കവറിൽ വെക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേന് വേഗം നാശമാവണ പോലെ തോന്നും. ഇതാകുമ്പോൾ അങ്ങനെ നാശാവില്ല കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് ഞാൻ ഇങ്ങനത്തെ ബോക്സിൻ്റെ എല്ലാം ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഞാൻ കവറിലാക്കി വെച്ചത്. പക്ഷെ വേഗം 2 ദിവസം ആകുമ്പോഴത്തേനും അത് കേടായി. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വന്നതിന് ശേഷം നമ്മൾ സ്റ്റോറിങ് ബോക്സൊക്കെ ഇതുപോലെ ബിരിയാണി സാധനങ്ങൾ ഇതൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബോക്സ് നമ്മൾ കളയില്ല. നമ്മൾ മലയാളീസ് അങ്ങനെയാണല്ലോ, നമ്മൾ കിട്ടിയത് ആപ്പിൽ നമ്മൾ എവിടെ നിന്നാണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന സംഭവങ്ങൾ കളയാണ്ട് സൂക്ഷിക്കും. പക്ഷെ ഇതൊക്കെ ശരിക്കും കളയണം. ഞാനതൊക്കെ കഴുകിയിട്ട് ഇതിൽ വലിച്ചും പുതിനൊക്കെ ആക്കി. ഇതുപോലെ തന്നെ ഞാൻ പച്ചമുളകും വേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇങ്ങനെ തന്നെ എടുത്ത് വെക്കാം കേട്ടോ. നമ്മൾ പിന്നെ എടുത്ത് വെക്കുമല്ലോ. ഞാൻ ഫുഡ് ഉണ്ടാക്കണില്ല പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ എന്താ വിചാരിക്കണ്ടിട്ട്. ഇത് ഇന്നലെ ഞാൻ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഷൂട്ട് ജസ്റ്റ് ക്ലിപ്പിംഗ് ആട്ടാ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ വെണ്ടക്കുപ്പേരി, അതുപോലെ തന്നെ രസം, പിന്നെ മീൻ. അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ഇന്നും ഉണ്ട്. അപ്പോൾ മീൻ മാത്രം ഒന്ന് ഫ്രഷ് ആയിട്ട് പൊരിച്ചാൽ മതി. അപ്പോൾ ഞാനത് ക്ലിപ്പിംഗ് എടുത്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇതാ മീൻ ഇന്ന് പൊരിക്കണ ക്ലിപ്പിംഗ് ആട്ടിത്. ഇന്നലെ ക്ലിപ്പിംഗ് അല്ല, മറ്റേക്ക് ഇന്നലത്തെ ക്ലിപ്പിംഗാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഐബുവിന് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കി. ഞങ്ങളിത് ഏതെങ്കിലും മൂവി കാണാൻ വെച്ചിരിക്കട്ടെ. അപ്പോൾ ഷാമയൊക്കെ ഇന്ന് വന്നപ്പോൾ തന്നെ ഉറങ്ങിയോണ്ട് ഐബു മടിയായിരുന്നിട്ട്. കാരണം ഷാമയൊക്കെ കൂടെ അവൻ സാധാരണ ഉറങ്ങാറ്. പിന്നെ പപ്പല്ലാണ്ട് ഉറങ്ങണ്ടെന്നൊക്കെ കൊണ്ട് പിന്നെ ഷാമയൊക്കെ കെടുത്തി ഉറക്കിയിട്ട് അങ്ങനെ വന്നേക്കട്ടെ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും മൂവി കാണട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവനതിന് ശേഷം നമ്മൾ ചിപ്സ് ആയാലും ചോക്ലേറ്റ് ആയാലും ഒക്കെ അങ്ങനെ മേടിക്കൽ കുറവാട്ട്. ഇവന് അങ്ങനെ കൊടുക്കണ്ട വെച്ചിട്ട് ഭയങ്കരമായിട്ട് കൂടില്ല. അപ്പോൾ അവൻ ഉറങ്ങിയ ശേഷം ഞങ്ങൾ സലാഡ് ചിപ്സൊക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനെ ഇരുന്നേക്കട്ടെ. അപ്പോൾ നോക്കുമ്പോൾ എല്ലാതും കണ്ട മൂവീസാണ്. ഷാമയൊക്കെ പറഞ്ഞ ഒക്കെ കണ്ടതാണ്, ഒന്നും അങ്ങനെ പുതിയതായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ റോന്ത് കണ്ട്. അപ്പം ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഷാമയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഷാമയൊക്കെ ഒന്നും കുഴപ്പമില്ല കാണാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന്. പക്ഷെ നല്ല മൂവി ഇട്ട് എനിക്കിഷ്ടമായി. ഇന്ന് കുറച്ച് നേരം അവ ഉറങ്ങിയോട് ഞങ്ങൾക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്നിട്ടൊക്കെ കാണാൻ പറ്റി. ഇന്നൊരു 1.5 മണിക്കൂറോളം അടുപ്പിച്ചുറങ്ങി. അല്ലെങ്കിൽ അവൻ കുറച്ച് കഴിഞ്ഞ് എണീക്കും പിന്നെ വീണ്ടും അങ്ങനെ ഉറക്കി കൊടുക്കുക ചെയ്യുക. പിന്നെ അങ്ങനെ ഉറങ്ങിയോട് നമുക്ക് സുഖമായിട്ട് അങ്ങനെ മൂവി ഇന്ന് കണ്ടിന്യൂസ്ലി ഇന്ന് കാണാൻ പറ്റി. നല്ല മൂവി, എനിക്ക് ഇഷ്ടമായിട്ടൊക്കെ. അങ്ങനെ ഇങ്ങനത്തെ കുറച്ച് സ്ലോ ബേസ്ഡ് ആണ്, എന്നാലും നല്ല കഥയും നല്ല കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. അതൊക്കെ കഴിഞ്ഞ് അവൻ എണീച്ച ശേഷം അവനായിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിക്കേട്ടാ. ഇടയ്ക്ക് ഇങ്ങനെ എന്നും വില്ലയുടെ പുറത്തിങ്ങനെ ഇറങ്ങും, കുറച്ച് നേരമൊക്കെ കളിക്കും. പക്ഷെ ഇന്നൊരു 6:15 ആയിരുന്നു. അപ്പോൾ കുറച്ച് ഇരുട്ടായി കിട്ടാ. ഇനി നേരത്തെ ഉറങ്ങുന്ന ദിവസം കുഴപ്പമില്ല, ഇത് ചൂടായതുകൊണ്ട് വേഗം ഇരുട്ടാവുമല്ലോ. കുറച്ച് നേരമൊക്കെ അവനായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ നടക്കും. അപ്പോൾ എന്താ ചൂടായതുകൊണ്ട് ഞാനിട്ട് ഷർട്ട് ഇട്ട് കൊടുക്കാത്ത, ഭയങ്കര ചൂടല്ലേ, അപ്പം അല്ലെങ്കിലേ വേർത്തൊഴുക്കും. അപ്പോൾ പിന്നെ ട്രൗസർ മാത്രം ഇട്ട് കൊടുത്താൽ മതി വിചാരിച്ചിട്ട് അങ്ങനെ. അപ്പോൾ ഇപ്പോൾ ആ കുട്ടി ഉള്ളിലാട്ടോ, അവന് വന്നിട്ടില്ല, അല്ലെങ്കിൽ അവന് സൗണ്ട് കേട്ടാൽ വരുമായിരിക്കും. ഇപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങുക. അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ചപ്പോൾ ഞാൻ മതിയെ പറഞ്ഞിട്ട് കയറ്റിയിട്ടാ. തീരെ ഇഷ്ടമില്ലാണ്ട് മുഖമൊക്കെ വീർപ്പിച്ച് സങ്കടമായിട്ടായിട്ട് കയറി വരുന്നത് കണ്ട. മുഖം കണ്ടു ദേഷ്യം പിടിച്ചിട്ട് സങ്കടമായിട്ട്. എന്നിട്ട് പിന്നെ അവിടെ കുറച്ച് നേരം തിരിഞ്ഞ് മറിഞ്ഞ് വരാൻ കൂട്ടാക്കണേയില്ല. ഒരാൾക്ക് പുറത്തിറങ്ങിയാൽ പിന്നെ ഭയങ്കര ഇഷ്ടമല്ല, തീരെ വരാൻ കൂട്ടിലാക്കില്ല. പക്ഷെ ഭയങ്കര ചൂടുണ്ടേ. ഞാനൊക്കെ ചൂട് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാട്ടി 1/2 മണിക്കൂറൊക്കെ ഇവനായിട്ട് നിൽക്കണം. ബാക്കിയുള്ളവർ നിൽക്കില്ല, നല്ല ചൂടുണ്ട് ഇവിടെ. തൊരുവിധേനൊക്കെ പിടിച്ച് അങ്ങനെ പപ്പുണ്ട് അവിടെ, അത് ഇത് പറഞ്ഞിട്ടൊക്കെ കയറ്റിയിട്ടാ. കയറാൻ ഇഷ്ടമില്ലാണ്ട് പാവം. പക്ഷെ ചൂടൊക്കെ മാറിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇപ്പം ഇങ്ങനെ ചൂടായതുകൊണ്ടേ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കയറി വൈകിട്ടൊക്കെ ഞാൻ അതൊരു ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കണമല്ലോ, മുട്ട ഓംപ്ലേറ്റ്. അപ്പോൾ മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് എസ്തറ്റിക് ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കാനുള്ള പ്ലാനില്ല കേട്ടോ. ചില സമയത്ത് നമുക്കൊരു അങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നുമല്ലോ. അപ്പോൾ ഞാൻ മുട്ട ഇന്ന് ഭാഗ്യത്തിന് വീഡിയോ എടുക്കണോണ്ടാന്ന് തോന്നുന്നുണ്ട്, മുട്ട പൊട്ടാണ്ട് കറക്റ്റ് കിട്ടി. അല്ലെങ്കിൽ എപ്പോഴും പൊട്ടിയിട്ട് കിട്ടാറിട്ടേക്ക്. അങ്ങനെ ഞാൻ ബ്രെഡ് ഓംലേറ്റൊക്കെ ഇരുന്ന് തിന്നാനുള്ള പ്ലാനായിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട്. അപ്പോൾ ഇവിടെ ബ്രെഡ് നമ്മളിങ്ങനെ തലാപത്തിൽ മേടിക്കണോണ്ട് അല്ലെങ്കിലും ബ്രെഡിന് ഡേറ്റ് കുറവല്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ബ്രെഡ് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഇങ്ങനെ ആക്കും. കാരണം ഡേറ്റ് കുറവായതുകൊണ്ട് വേഗം നമ്മൾ ഷാമയൊക്കെ പറയും ബ്രെഡ് എന്തെങ്കിലും ആക്കി തിന്നാന്നൊക്കെ പറഞ്ഞിട്ട്.
അപ്പോൾ ബട്ടറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടിപൊളിക്ക് നല്ല ഇഷ്ടമായിട്ട് ബ്രെഡ് ഓംലെറ്റ് നല്ല മയോനീസും സോസൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ തിന്നാം. പിന്നെ അധികം മുരിപ്പിക്കാൻ ബട്ടറിലിട്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റല്ലേ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ തിന്നിട്ട് പിന്നെ ഇന്ന് കുറേ നേരം ടി വി കണ്ടുകൊണ്ട് ഇനി വീണ്ടും ടി വി കാണാനുള്ള ഒരു മൂഡില്ല. നോക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല. നോക്കുമ്പോഴാണ് ഫ്രിഡ്ജൊന്ന് വൃത്തിയാക്കണം വിചാരിച്ചു. കുറേ ദിവസമായി ഞാൻ വന്നിട്ട് അന്ന് ഫ്രിഡ്ജ് വൃത്തിയാക്കി സാധനങ്ങളൊക്കെ വെച്ച ശേഷം പിന്നെ ഫ്രിഡ്ജ് അങ്ങനെ ക്ലീൻ ആക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതാ ഫ്രിഡ്ജൊക്കെ ക്ലീനാക്കി ഒക്കെ അടുക്കി പടുക്കി എടുത്തേക്കത്ത്. ഇന്നലെ ഗ്രോസറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതാ നമ്മളെ മല്ലിച്ചപ്പ്, പുതിന, പച്ചമുളക് മൂന്നും അങ്ങനത്തെ ബോക്സിൽ ടിഷ്യൂ ആക്കി എടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇനി എല്ലാതും ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കണം. അപ്പോൾ ഇന്നലെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അങ്ങനെ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തേക്ക്. ഇതെന്താ വെച്ചാലേ ചപ്പാത്തി പൊട്ടിച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങനെ വെക്കുമ്പോൾ അത് തുമ്പൊക്കെ പൊട്ടിപ്പോവുക. പക്ഷേ അമ്മയൊക്കെ പറഞ്ഞിങ്ങനെ കവറിലാക്കി വെക്കണം. അതാണ് കവറിൽ പൊഞ്ഞിട്ട് വെക്കണം. അപ്പോൾ കുഴപ്പമില്ല. മറ്റിങ്ങനെ തുമ്പ് പൊട്ടിക്കുക അങ്ങനെ അറിയില്ലല്ലോ ചില സംഭവങ്ങളൊക്കെ. ഷാമയൊക്കെ ഇങ്ങനെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമ്മളിങ്ങനെ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വെണ്ടക്ക മേടിച്ചിട്ട് വേഗം അത് നാശമായി നല്ലൊരു ജാതി കിറുമുറ് വെണ്ടക്ക. പക്ഷേ അമ്മയൊക്കെ പറഞ്ഞാൽ എനിക്ക് മേടിക്കാൻ അറിയാണ്ട തുമ്പത്ത് പൊട്ടിച്ച് നോക്കിയിട്ട് മേടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ അറിയില്ല. പക്ഷേ അമ്മയൊക്കെ ഇവിടെ ഗ്രോസറി ഐറ്റംസ് മേടിച്ചിട്ട് അങ്ങനെ പരിചയമുണ്ട്. നാട്ടിലായാലും ഉപ്പ മേടിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവിടെ അപ്പച്ച മേടിച്ചുകൊണ്ടിരിക്കുക ഉമ്മ മേടിച്ചുകൊണ്ടിരുന്നില്ല. ഞാൻ പോയിട്ട് അങ്ങനെ സാധനങ്ങൾ മേടിക്കൽ കുറവില്ല. ഇവിടെ ആകുമ്പോഴാണ് ഞാൻ പിന്നെ എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഷാമയൊക്കെ ചിലതൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്കറിയില്ല റേറ്റിൻ്റെ കാര്യങ്ങളായാലും ഇങ്ങനെ ഫ്രഷിൻ്റെ കാര്യങ്ങളൊക്കെ ഷാമയൊക്കെ പറഞ്ഞു കേട്ടോ. ഷാമയൊക്കെ പിന്നെ മേടിച്ചിട്ട് കുറേ പരിചയമുണ്ടല്ലോ. അപ്പം അങ്ങനെ ഇതാ ഫ്രിഡ്ജ് ഞാൻ ഒന്ന് ഇതാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇങ്ങനെ ഫ്രിഡ്ജ് ക്ലീനായിട്ട് നല്ല രീതിയിൽ കാണുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പൊതുവേ ഇങ്ങനെ വൈകിട്ട് അങ്ങനെ ഈ പണികളൊന്നും ചെയ്യാറില്ല. രാവിലെയാണ് ഇങ്ങനത്തെ ഫ്രിഡ്ജ് ക്ലീനിങ് ആയാലും അടിച്ചോരുക തുടക്കം അങ്ങനത്തെ ഒക്കെ രാവിലെയാണ് ചെയ്യാറ്. പക്ഷേ ഇന്നിങ്ങനെ കുറേ നേരം ടി വി കണ്ടുകൊണ്ടൊക്കെ ചില സമയത്ത് ഇങ്ങനെ കുറേ നേരം ടി വി കണ്ടൊക്കെ ഇങ്ങനെ ബോറടിക്കും. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും. അപ്പോൾ അങ്ങനെ ഐബു ഷാമയൊക്കെ എടുത്തേക്ക് പേടിയായിട്ട് ഇങ്ങനെ ട്രൈപ്പോഡിൽ ഫോൺ വെച്ചിട്ടേ അവൻ കുറച്ചൊരു അലമ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ട്രൈപ്പോഡ് വന്ന് തട്ടും ഫോൺ വീഴുവേ. അപ്പോൾ ഞാനതൊക്കെ നോക്കിയിട്ട് അങ്ങനെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നൈസായിട്ട് നല്ല വൃത്തിയിൽ നല്ല പോലെ ഫ്രിഡ്ജ് അങ്ങനെ ഒക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒക്കെ കഴിഞ്ഞ് സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒക്കെ ഒതുക്കി വെച്ച് കാണുമ്പോൾ നല്ല രസമാട്ടോ. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും പണ്ടത്തെ പോലെ ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കുറേ ആൾക്കാർ മോൻ്റെ ഡൈപ്പർ മാറ്റേണ്ടി പാലുകൂടി മാറ്റേണ്ടി ഒക്കെ ഡൗട്ടൊക്കെ ചോദിച്ചിരുന്നു. ആ വ്ളോഗൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ, സീ യു.